ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉപ്പേരി വറക്കാം. അതിന് ഞാനിന്നിവിടെ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾക്ക് വെജിറ്റബിൾ സ്ലൈസർ അല്ലെങ്കിൽ കട്ടർ എന്നൊക്കെ പറയില്ലേ, ഗ്രേറ്റർ, അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഓയിലിലേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് കത്തി വെച്ചിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാം. കട്ടിംഗ് മെത്തേഡ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, പ്രൊസീജിയറൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 6 കായ എടുത്തിട്ടുണ്ട്. ആ കായ ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ്സ് ഇട്ട് വെച്ചതാണ്. ഇപ്പം ഞാനതിന് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മൾ സോഫ്റ്റായിട്ടൊന്ന് വരണ്ടി കൊടുക്കുകയാണ്. നമ്മൾ നാട്ടിലാകുമ്പോൾ ചകിരിയൊക്കെ വെച്ച് നല്ലോണം റബ്ബ് ചെയ്ത് കഴുകിയെടുക്കില്ലേ, അതിന് പകരം ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ കായൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഉണ്ടായാൽ പൊട്ടിത്തെറിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു കഷ്ടി 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ, കുമിച്ച് നിറച്ച 1 ടീസ്പൂൺ അല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കലക്കി വയ്ക്കുക. കിലുക്കം കേൾക്കുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ കിലുങ്ങുന്ന ശബ്ദം കേട്ടില്ലേ, അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതാണ് പാകം, അതാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതിൻ്റെ പരുവം. ഉപ്പ് ചേർത്ത് കൊടുക്കാറായി. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ ഹൈ ഫ്ലെയിം ആക്കിയാൽ മതി. 3 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ബഹളം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കോരിയെടുക്കണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് നമ്മളങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കൈ സൂക്ഷിക്കണം പൊള്ളാതെ. അത്രയേ ഉള്ളൂ. ഈസി അല്ലേ, പെട്ടെന്നായി കിട്ടും. ഉപ്പ് തളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബഹളം നിന്ന് കഴിയുമ്പോൾ കോരിയെടുക്കുക. ഇപ്പം നമ്മുടെ മുഴുവൻ കായം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഉപ്പ് പാകത്തിന് ചേർക്കുക. ഉപ്പ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നീട് നമുക്ക് പൊടിയുപ്പ് ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുത്താൽ മതി. കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അതിലൊന്നുമില്ല, സിമ്പിളാണ്. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒരേ തിക്നെസ്സിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രൊസീജിയറെല്ലാം സെയിം ആണ്.
ആയിട്ടുണ്ട്. അത് കണ്ടല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ തന്നെ ലൈക്കും കൂടെ ചെയ്യൂ. ഇനി വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.